രാഷ്ട്രീയക്കാർ ഉണ്ടാക്കിയതല്ല ഇന്നത്തെ കേരളം. 1940-55 കാലഘട്ടത്തിൽ കേരളത്തിൽ നല്ല പട്ടിണിയായിരുന്നു. കേരളത്തിലെ 80% ജനങ്ങൾക്കും 3 നേരം പോയിട്ട് 1 നേരം പോലും വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാനുള്ള സ്ഥിതി അന്നുണ്ടായിരുന്നില്ല. കഞ്ഞി, ചമ്മന്തി, ഉണക്കമീൻ ചുട്ടത്, ചക്കക്കുരുവും മുരിങ്ങയ്ക്കയും, കപ്ലങ്ങ, കപ്പ, കാച്ചില്, ചേന, ചക്കപ്പുഴുക്ക്, കപ്പപ്പുഴുക്ക്, മധുരക്കിഴങ്ങ്, ഉണക്കക്കപ്പ ഇതൊക്കെയായിരുന്നു അന്നത്തെ മെയിൻ ഭക്ഷണങ്ങൾ. കഞ്ഞി പോലും വയറ് നിറച്ചു കിട്ടില്ല എന്ന് സാരം. കല്യാണ വീടുകളിൽ വിശക്കുന്നവരുടെ തള്ളിക്കയറ്റം നിയന്ത്രിക്കാൻ വളരെ പാടുപെടുമായിരുന്നു. എന്തിനേറെ, ചേമ്പിൻ തണ്ടും വാഴപ്പിണ്ടിയും വാഴക്കന്നും വരെ വിശപ്പിന് തിന്നിരുന്ന ഒരു കാലമായിരുന്നു അന്ന്. 1950 ശേഷം കേരളീയർ കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോയി തുടങ്ങി. ആദ്യം തമിഴ്നാട്, കർണാടക, ഗോവ, ദില്ലി, ഗുജറാത്ത്, ഹരിയാന. കച്ചവടവും തൊഴിലുമായി അങ്ങനെ കേരളീയർ മെച്ചപ്പെട്ട ജീവിത സാഹചര്യം തേടി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് യാത്ര തുടർന്നു. 3-4 ദിവസം യാത്ര ചെയ്ത നേഴ്സുമാരും അധ്യാപകരും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജോലിക്ക് പോയി തുടങ്ങി. ഈ പലായനം കേരളീയരുടെ പട്ടിണിക്കും തൊഴിലില്ലായ്മയ്ക്കും ജീവിത നിലവാരത്തിനും കുറച്ചൊക്കെ ആശ്വാസമായി എന്ന് പറയാം. കുറെ പേർ ബർമ്മ, മലേഷ്യ, കൊളംബോ, സിംഗപ്പൂർ, പിന്നീട് 1975 ഗൾഫ് കുടിയേറ്റവും ശക്തി പ്രാപിച്ചു. പിന്നെ ബ്രിട്ടൻ. പിന്നീട് നാം കാണുന്നത് കേരളത്തിന്റെയും കേരളീയരുടെയും മാറുന്ന ഒരു മുഖം തന്നെയാണ്, ഒരു ഉയർച്ച തന്നെയാണ്. പട്ടിണി മാറി, ഓലപ്പുരകളും ഓടിട്ട പുരകളും അപ്രത്യക്ഷമായി, പേക്കോലം മാറി, കേരളം തുടുത്തു. വിദേശ പണം സർക്കാരിനും നേട്ടമായി. കേരളത്തിന്റെ മുഖച്ഛായ തന്നെ മാറിക്കൊണ്ടിരുന്നു. 90കളുടെ അവസാനത്തോടെ യൂറോപ്യൻ കുടിയേറ്റവും ശക്തി പ്രാപിച്ചു. ആരോഗ്യ പ്രവർത്തകർ കൂട്ടത്തോടെ കേരളം വിട്ടു. ഓരോ വീടുകളിലും അതിന്റെ മാറ്റങ്ങൾ പ്രകടമായി. അതുവഴി ഓരോ മനുഷ്യരിലും നാട്ടിലും ഉയർച്ചയുണ്ടായി. ഒരു കാലത്ത് മദ്രാസി എന്ന വിളി കേൾക്കാത്ത പ്രവാസി ഉണ്ടാകില്ല. കേരളം ഇവിടം വരെ എത്തിയത് ചുരുക്കി 4 വാക്കിൽ പറഞ്ഞതാണ്. പറഞ്ഞു വന്നത് ഇതാണ്: ഓരോ മലയാളിയും നാട് വിട്ട് തെണ്ടി തിരിഞ്ഞു കഷ്ടപ്പെട്ട് വിയർപ്പൊഴുക്കി പടുത്തുയർത്തിയതാണ് ഇന്നത്തെ കേരളം. നല്ല നാളെ എന്ന് പറഞ്ഞ് ഒരു രാഷ്ട്രീയ തൊഴിലാളിയും തളികയിൽ വെച്ച് നമുക്ക് തന്നതല്ല ഇന്നത്തെ കേരളം. നമ്മൾ സല്യൂട്ട് ചെയ്യേണ്ടത് നമ്മളെ തന്നെയാണ്. 100% സത്യമായ വസ്തുത. അല്ലാതെ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ അല്ല നമ്മളെ ഇന്നുള്ള ഈ നിലയിലെത്തിച്ചത്. അവർ അഴിമതി ചെയ്യും. ധാരാളം ശമ്പളം, കിമ്പളം, സ്വന്തക്കാർക്ക് ജോലിയും പെൻഷനും, സൗജന്യ ചികിത്സ, വിദേശത്ത് വരെ യാത്ര ചെയ്തും നാടിനെ നശിപ്പിക്കുന്നു. ഇതല്ലേ യാഥാർത്ഥ്യം?